പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാലയുടെ തീരുമാനം പുതിയ വഴിത്തിരിവുകൾക്ക് കാരണമായിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും താൻ അറിയാൻ തീരുമാനിച്ച കാര്യങ്ങൾ അറിയാതെ പോവുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ദേവബാല വാശി പിടിക്കുകയാണ്. ഈ കാര്യം ഇതേ തുടർന്ന് സോഹൻ ഉടൻ തന്നെ ഫോൺ ചെയ്ത് അറിയിക്കുകയും ചെയ്യുന്നു അഭിഷേകിനെ. കാര്യങ്ങൾ ഓഫീസിൽ കൈവിട്ടു പോവുകയാണ്. ഉടൻ നീ ഇടപെട്ടില്ല എങ്കിൽ കാര്യങ്ങൾ പുറത്താകുമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉടൻ തന്നെ ദേവരാജനെ ഫോൺ ചെയ്ത് ദേവബാലയെ ഓഫീസിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ള തീരുമാനം അഭിഷേക് അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ സമയമാണ്. അത് നിങ്ങളായി തകർക്കരുത്. ഞാനത് ക്ഷമിച്ചെന്ന് വരില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ദേവരാജൻ ഓഫീസിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. പക്ഷേ ദേവബാലയാകട്ടെ എത്രയൊക്കെ പറഞ്ഞിട്ടും ഓഫീസിൽ നിന്ന് തിരികെ പോവുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും സത്യങ്ങൾ അറിഞ്ഞ് തനിക്ക് മതിയാകൂ എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അഭിഷേക് എന്തെങ്കിലും തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് ഇഷ. തനിക്ക് സത്യങ്ങളെല്ലാം അറിയണം. അഭിഷേക് എന്നിൽ നിന്ന് ചെറിയൊരു കാര്യം പോലും മറച്ചു വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അഭിഷേക് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ എന്നോട് തുറന്നു പറയണം. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പതച്ചു പോയിരിക്കുകയാണ്. സത്യങ്ങൾ താൻ പറയുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി അഭിഷേക് ആലോചിക്കുകയും ഇതോടെ ഒന്നും മിണ്ടാൻ സാധിക്കാതെ നിന്നു പോവുകയും ചെയ്യുന്നു. ഇഷ വിചാരിക്കുന്നത് പോലെ ഒരു കാര്യവുമില്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തു കൊള്ളാമെന്നും ഇഷ എനിക്ക് കുറച്ച് സമയം തന്നാൽ മാത്രം മതി എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഇഷയുടെ സംശയം കൂടുകയാണ് ഉണ്ടായത്. അഭിഷേക് അപ്പോൾ എന്തോ ഒളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ അഭിഷേക് കുറച്ച് കാര്യങ്ങൾ ഞാൻ മറച്ചു വയ്ക്കുന്നുണ്ട് എന്ന് സംബന്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് അഭിഷേക് അവിടെ നിന്ന് പോകാൻ തീരുമാനമെടുക്കുന്നു. എന്നാൽ ഇതിനിടയിൽ ദേവരാജൻ ദേവബാലയെ ഓഫീസിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കാതെ ആകെ വിയർത്തു പോയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം അയാൾ തിരിച്ചറിയുകയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ഇനിയും ഈ കാര്യങ്ങളിൽ ഞാൻ സഹായിക്കാൻ തയ്യാറല്ല എന്നുള്ള തീരുമാനവുമായി അഭിഷേക് മുന്നിലേക്ക് വരുന്നത്. ഇതിന്റെ ഭാഗമായി തിരികെ എത്തുന്ന അഭിഷേക് തന്റെ തീരുമാനം തുറന്നു പറയുകയാണ്. ഇനിയും ഈ ചികിത്സ എന്ന് പറഞ്ഞ് കോമാളിത്തരം കാണിക്കാൻ ഞാനില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. എനിക്ക് മടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ഇനി ദേവബാല അറിയണം എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് ദേവബാലയുടെ മുന്നിലേക്ക് വരികയും ദേവബാലയോട് നിനക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത പെണ്ണാണ് എന്നും അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. നിന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. നിനക്ക് പ്രാന്തായത് കൊണ്ട് മാത്രം ഞാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. അത് നിന്റെ അച്ഛന് പോലും അറിയാവുന്നതാണ്. നീ എൻ്റെ ഭാര്യയല്ല. നിന്നെ ഭാര്യയായി അംഗീകരിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാവുകയുമില്ല. നിന്നെ പോലെ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആരാണ് തയ്യാറാവുക? അത്രയ്ക്ക് വിവരമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നീ എന്ന് അഭിഷേക് വ്യക്തമാക്കുകയും ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് വേണ്ട എന്ന് തുറന്നു പറയുകയും ചെയ്യുന്ന അഭിഷേക് എൻ്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് ഇറങ്ങി പോകാമോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്.
അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ദേവബാല. അപ്രതീക്ഷിതമായുള്ള തിരിച്ചടി ദേവബാലയെ ആകെ തകർത്ത് കളയുന്നു. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ദേവബാല പകച്ചു നിൽക്കുകയാണ്. മാത്രവുമല്ല, മാനസികമായി തകർന്ന ദേവബാലയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുകയും ചെയ്യുന്നു. ഇതോടെ അച്ഛ, എന്തൊക്കെയാണ് ഈ അഭിഷേക് ദേഷ്യം വന്നതുകൊണ്ട് പറയുന്നത് എന്ന് ചോദിക്കുകയും ഇങ്ങനെ നുണ പറയരുത് എന്ന് അവനോട് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ദേവരാജൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇത് കാണുന്ന അഭിഷേക് ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് തലയ്ക്ക് സ്ഥിരതയില്ല, മനോനില തെറ്റിയ ഒരു പെണ്ണാണ്. അത് നീ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തകർന്നു പോവുകയാണ് ദേവബാല. മാത്രവുമല്ല, ഇതേ തുടർന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് തന്നെ ഇറങ്ങിത്തരാനും അഭിഷേക് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്ന ദേവബാല വീട്ടിൽ നിന്ന് പോകാം എന്നുള്ള കാര്യം പറയുകയാണ് തൻ്റെ അച്ഛനോട്. ഇതോടെ ദേവബാലയെയും കൂട്ടിക്കൊണ്ട് ദേവരാജൻ ഇറങ്ങിക്കൊടുക്കുകയാണ് അഭിഷേകിന്റെ വീട്ടിൽ നിന്ന്. എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന ഗായത്രി എന്തൊക്കെ പറഞ്ഞാലും അഭിഷേക് ചെയ്തത് ശരിയായില്ല എന്ന് ആരോപിക്കുന്നു. എന്നാൽ അതൊന്നും തൻ്റെ വിഷയമല്ല എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക്, എൻ്റെ ജീവിതമാണ് എനിക്കിപ്പോൾ പ്രധാനമെന്നും ഞാൻ അവളെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ജീവിതം തകർക്കാനാണ് അവൾ ശ്രമിച്ചത്, അത് അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അഭിഷേക് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.